നിങ്ങൾ കൃഷിയെ ഒരു വ്യവസായമായും അതിൽ നിന്നും വരുമാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ സെക്ഷനിൽ ഞാൻ തിരഞ്ഞെടുത്തത് വിയറ്റ്നാം മോഡൽ പെപ്പർ ഫാമിംഗ് ആണ്. ഈ മോഡൽ കൃഷി എങ്ങനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായി ലേബർ ചാർജ് കുറച്ചുകൊണ്ട് സ്വയം ചെയ്യാമെന്നതും ഇതിനോരോന്നിനും ആയ മെറ്റീരിയൽ കോസ്റ്റും ഇതിൽ പ്ലാൻ ചെയ്തത് ഏതിനം പെപ്പർ പ്ലാന്റ് ആണ് എന്നും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് വർത്ത് ഇറ്റ്. ആദ്യഘട്ടം ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിയെടുക്കലാണ്. അതിന് ആദ്യം നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഘടനയും അതിൽ നിൽക്കുന്ന മരങ്ങളും തെങ്ങുകളുടെയും സ്ഥാനം നോക്കിയിട്ട് വേണം കുഴികൾ മാർക്ക് ചെയ്യാൻ. കുഴികൾ തമ്മിലുള്ള അകലം രണ്ട് വശത്തു നിന്നും 2 മീറ്റർ അതായത് 7 അടിയെങ്കിലും അകലം വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. മാർക്ക് ചെയ്യാൻ കുമ്മായപ്പൊടി ഉപയോഗിക്കാം. 2 അടി ആഴമാണ് വേണ്ടത്. ഹിറ്റാച്ചിയുടെ ചെലവുകളും 50 കുഴിയെടുക്കാനായ സമയവും അതിനടിസ്ഥാനമായ കൂലിയും പറയാം. ഹിറ്റാച്ചിയും JCBയും ഒക്കെ മണിക്കൂറിനാണ് വില നിശ്ചയിക്കുന്നത്. ഒരു മണിക്കൂറിന് 1200 ആണ് റേറ്റ്. അറിയുന്ന ആളായതുകൊണ്ട് 1100 ഉറപ്പിച്ചു. ടോട്ടൽ എടുത്ത സമയം 9 മണിക്കൂർ. അതിന് ചെലവായത് 1100 × 9 9900. അതിൽ നിന്നും വീണ്ടും ഡിസ്കൗണ്ട് തന്ന് 9500 ഉറപ്പിച്ചു. ആദ്യഘട്ടം അവസാനിച്ചു. ഇനി രണ്ടാം ഘട്ടം പൈപ്പിന്റെ സെലക്ഷൻ ആണ്. ഈ മോഡൽ പെപ്പർ ഫാമിംഗിൽ ഞാൻ ഉപയോഗിച്ചത് 4 ഇഞ്ച് 4 kg സുപ്രീമിന്റെ പൈപ്പാണ്. 4 ഇഞ്ച് എന്ന് പറയുന്നത് മുകളിൽ വരുന്ന റൗണ്ടിന്റെ വ്യാസമാണ്. 4 kg എന്നത് എത്ര kg പ്രഷറിൽ ഫോഴ്സ് ചെയ്താലാണ് ഇത് ബ്രേക്ക് ആവുക എന്നതാണ്. ഒരു ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. പൈപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്ഥലത്ത് ചോദിച്ച് അവിടെ നിന്നും തന്നെ വാങ്ങലല്ല. പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് ഏറ്റവും വില കുറവുള്ള ഷോപ്പ് ഏതാണോ അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. റേറ്റ് മീറ്ററിനാണ് കണക്കാക്കുക. ഞാൻ 2-3 ഷോപ്പിൽ അന്വേഷിച്ചിട്ടാണ് മീറ്ററിന് റേറ്റ് കുറഞ്ഞതും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതും ആയ പൈപ്പ് സെലക്ട് ചെയ്തത്. ISI മുദ്ര ഉള്ളത് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. മീറ്ററിന് എനിക്ക് ആയത് 187 ആണ്. ഒരു പൈപ്പിന്റെ ലെങ്ത് 5 മീറ്റർ. ടോട്ടൽ 785 രൂപയാണ് ഒരു പൈപ്പിന്റെ റേറ്റ് വന്നത്. മാർക്കറ്റിൽ വരുന്ന വേരിയേഷൻ കാരണം റേറ്റ് കുറയാനും കൂടാനും സാധ്യതയുണ്ട്. ഇത് വീട്ടിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 600 രൂപ. ഇനി പറയുന്നത് പൈപ്പിൽ ബേസിക് ആയി ചെയ്തു വെക്കേണ്ട കാര്യമാണ്. പൈപ്പിന്റെ സോക്കറ്റിൽ നിന്നും 6 അടി മാറി മുറിച്ച ഭാഗത്തു നിന്നും 5 സെന്റിമീറ്റർ മുകളിലേക്ക് മാറി 2 വശത്തും ഡ്രില്ലർ കൊണ്ട് ഹോൾ ഇടുക. ഈ ഹോൾ ഇട്ടതിന്റെ മുകളിലേക്ക് 3 അടി മാറി ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കുക. ഇത് മഴക്കാലത്ത് വെള്ളം ഡ്രെയിനായി പോകാൻ വേണ്ടിയാണ്. എത്ര mm കമ്പിയാണോ ഇടുന്നത് അതനുസരിച്ചുള്ള ബിറ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഞാൻ 8 mm കമ്പിയാണ് ഇടുന്നത്. കമ്പിക്ക് kgക്കാണ് വില. കൂടുന്നതിനനുസരിച്ച് വില കുറയുകയും തൂക്കം കൂടുകയും ചെയ്യും. കുറയുന്നതിനനുസരിച്ച് വില കൂടുകയും തൂക്കം കുറയുകയും ചെയ്യും. ഞാൻ എടുത്ത 8 mm കമ്പിക്ക് 84 രൂപയാണ് kg റേറ്റ്. ടോട്ടൽ 25 kg ആണ് വന്നത്. ടോട്ടൽ 2100 രൂപയാണ് ആയത്. അതിനുശേഷം ചെറിയ ബോക്സ് ഉണ്ടാക്കുക. അതിന്റെ 4 വശത്തും കൊള്ളുന്ന രീതിയിൽ കമ്പി മുറിക്കുക. നമ്മൾ ഹോളിട്ട് വെച്ച PVC പൈപ്പിലേക്ക് 8 mm കമ്പി കയറ്റി ബോക്സിലേക്ക് ഇറക്കുക. അതിനുശേഷം കോൺക്രീറ്റ് മിക്സ് ആണ്. അതിന്റെ റേഷ്യോ 5 ചട്ടി മെറ്റൽ 6 ചട്ടി എംസാൻഡ് 2 ചട്ടി സിമെന്റ് എന്ന റേഷ്യോയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. PVC പൈപ്പ് വെച്ച ബോക്സിലേക്ക് ഇട്ടുകൊടുക്കുക. ബോക്സിന്റെ 4 ഭാഗവും നല്ല രീതിയിൽ തട്ടി കോൺക്രീറ്റ് എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പുവരുത്തുക. സ്പിരിറ്റ് ലെവൽ സ്കെയിൽ എടുത്ത് പൈപ്പിന്റെ 2 വശത്തും വെച്ച് നേരെ തന്നെയല്ലേ നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. 5 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ബോക്സ് മെല്ലെ എടുത്തു മാറ്റി അടുത്ത പോസ്റ്റ് റെഡിയാക്കാം. 2 ദിവസം കഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കാം. നനയ്ക്കാൻ മറക്കരുത്. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ജോലി കഴിഞ്ഞ് രാത്രിയും ഞായറാഴ്ചകളിലും ഒക്കെയാണ്. പണിക്കാരെ വെച്ച് ചെയ്യാനാണെങ്കിൽ കോസ്റ്റ് കൂടും. അടുത്ത ഘട്ടം ഹിറ്റാച്ചി എടുത്ത കുഴി നമ്മൾ മാർക്ക് ചെയ്തതാണെങ്കിലും കറക്റ്റ് അളവിലായിരിക്കില്ല അത്. വീട് പണിക്ക് കുറ്റിയടിച്ച് കയറ് വലിക്കുന്നത് പോലെ 2 മീറ്റർ മാറി കമ്പി കുത്തി 2 വശത്തേക്കും കയർ വലിച്ചു കെട്ടണം. ഇത് കുഴി ലെവലാക്കാനും പൈപ്പ് വെക്കുമ്പോൾ 2 വശത്തേക്കും ഒരേ വരിയിൽ പൈപ്പ് നിൽക്കാനും കാറ്റിന് തടസ്സമില്ലാതെ പോകാനും വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ പൈപ്പിന്റെ ബേസ് നമ്മൾ സൈറ്റിലേക്ക് എത്തിക്കണം. ഓരോന്നും ഓരോ കുഴിയുടെ ഭാഗത്ത് കൊണ്ടു വെക്കണം. നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന സ്ഥലം വീടിനടുത്താണെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ നേരിട്ട് കുഴിയിൽ കോൺക്രീറ്റ് ഇട്ട് സ്പിരിറ്റ് ലെവൽ നോക്കി ചെയ്യാവുന്നതാണ്. ജോലിയുണ്ട്, ഞായറാഴ്ചകളിൽ മാത്രമാണ് ലീവ് എന്നുള്ളവർ ഇങ്ങനെയും ചെയ്യാം. ഇതിനുശേഷം മണ്ണിന്റെ pHഉം അതേപോലെ എന്തൊക്കെ കുറവാണുള്ളത് എന്ന് കൃഷിഭവനിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വേണം വളപ്രയോഗം ചെയ്യാൻ. ഞാൻ ഇവിടെ ചെയ്തത് ആദ്യം SPCയുടെ pH ബൂസ്റ്റർ വാങ്ങി. അതിനായത് 1300 രൂപയാണ് 50 kg ചാക്കിന്. അത് മണ്ണിന്റെ pH ലെവൽ നോർമലാക്കാൻ സഹായിക്കും. അതിനുശേഷം 25 ചാക്ക് ചാണകപ്പൊടിയാണ് ഇറക്കിയത്. അതിനായത് ഒരു ചാക്കിന് 210 രൂപയാണ്. ഒരു ചാക്കിന് 4 കൊട്ട ചാണകപ്പൊടി ഉണ്ടാകും. ഒരു ചാക്ക്
ചാക്ക് 2 കുഴിക്ക് എന്ന കണക്കിലാണ് ഇട്ടുകൊടുക്കേണ്ടത്. ആദ്യം ഈ പോസ്റ്റുകൾ കുഴിയിലേക്ക് ഇറക്കി സ്പിരിറ്റ് ലെവലും 2 വശത്തെയും കയർ ക്രോസ് ആകുന്ന ഭാഗത്ത് PVC പൈപ്പ് വരുന്ന രീതിയിൽ ചെയ്യുക. അതിനുശേഷം pH ബൂസ്റ്റർ ആദ്യം ഒരു കപ്പ് വിതറി കൊടുക്കുക. അതിനുശേഷം ചാണകപ്പൊടി ഒരു ചാക്ക് 2 കുഴിക്കെന്ന രീതിയിൽ ഇട്ടുകൊടുക്കുക. മണ്ണിട്ട് മൂടി സ്പിരിറ്റ് ലെവൽ ഒന്നും കൂടി നോക്കി pH ബൂസ്റ്റർ മുകളിലൂടെ വിതറുക. ഇനി കോൺക്രീറ്റിംഗ് ആണ്. പൈപ്പിന്റെ ഉള്ളിൽ പൈപ്പിന്റെ അടിയിൽ നിന്നും മുകളിലേക്ക് മാറി ഒരു ഹോൾ ഇട്ടിരുന്നില്ലേ, അതുവരെയാണ് കോൺക്രീറ്റ് നിറക്കേണ്ടത്. മഴക്കാലത്ത് വെള്ളം ഡ്രെയിനായി പോകാനും പോസ്റ്റിന് ഒരു ബലം കിട്ടാനും വേണ്ടിയാണിത്. ഇത് നിറച്ചതിനു ശേഷം സോക്കറ്റ് തുടച്ച് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുകളിലെ പൈപ്പ് വെക്കാൻ ബുദ്ധിമുട്ടാകും സിമന്റ് ഉറച്ചാൽ. നമ്മൾ അങ്ങനെ മണ്ണൊരുക്കി കഴിഞ്ഞു. അതിനുശേഷം മുകളിൽ വെക്കാനുള്ള പൈപ്പിന്റെ മുകളിൽ നിന്നും 20 സെന്റിമീറ്റർ മാറി 4 വശത്തും ഹോളിട്ട് 8mm കമ്പി 1 മീറ്റർ മുറിച്ച് 2 വശത്തും ക്രോസായി ഇട്ടുകൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വള്ളി മുകളിൽ എത്തി 4 കമ്പിയിലോട്ടും മറിഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് സോൾവെന്റ് ഉപയോഗിച്ച് ആദ്യം ഉറപ്പിച്ച പൈപ്പിന്റെ സോക്കറ്റിൽ നല്ല രീതിയിൽ തേച്ചു പിടിപ്പിച്ചതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പൈപ്പ് സോക്കറ്റിലേക്ക് ഇറക്കി കൊടുക്കാം. പൂർണ്ണമായും സോക്കറ്റിൽ പൈപ്പ് ഇറങ്ങി എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ തൈ എത്തി. കുമ്പക്കൽ എന്ന ഇനം കുരുമുളകാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. കാരണം ഇതിന് ദുരിതവാട്ടത്തെ പ്രതിരോധിക്കാനും നല്ല രീതിയിൽ വളർച്ചയും 1 വർഷം കൊണ്ട് തിരിയിടും എന്നതും കൊണ്ടാണ്. കുമ്പക്കൽ ബുക്ക് ചെയ്തത് 2023 നവംബർ 14 തീയതിയാണ്. ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് തന്നത് 2024 സെപ്റ്റംബർ മാസമാണ്. അതിനു കാരണം കൂടുതൽ ഓർഡറുകളും പ്രൊഡക്ഷൻ കമ്മിയുമാണ്. അവരുപയോഗിക്കുന്ന മെത്തേഡ് സർപ്പന്റൈൻ മെത്തേഡും ആയതുകൊണ്ടാണിത്. തൈകൾ വെക്കുന്നത് പൈപ്പിന്റെ ചുവട്ടിൽ നിന്നും 1 അടി മാറിയാണ് തൈകൾ വെക്കുന്നത്. തൈകൾ വെച്ചതിനു ശേഷം ഓല കൊണ്ട് 3 മാസം ഷെയ്ഡ് കൊടുക്കണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ വെയിൽ അടിച്ചാൽ ഇല കരിയുന്നതിനും ചെടി നശിക്കാനും കാരണമാകും. അതിനുശേഷം നല്ല രീതിയിൽ നന കൊടുക്കുക. പിന്നെ 1 മാസം ഒന്നരാടൻ പോയി നനയ്ക്കണം. തൈകളുടെ ഓരോ വ്യത്യാസവും ദിവസവും പോയി നിരീക്ഷിക്കണം. കളകളുണ്ടെങ്കിൽ അത് പറിച്ചു കളയണം. തൈ വള്ളിയായി കഴിഞ്ഞാൽ അത് പിടിച്ച് പൈപ്പിലോട്ട് കെട്ടിക്കൊടുക്കണം. എന്തെങ്കിലും പെസ്റ്റിന്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ കുമ്പക്കൽ ടീമിനെ വിളിച്ച് അതിനുള്ള പരിഹാരം തേടണം. ഇതിൽ നിന്നും ലാഭം ലഭിക്കുമെന്നും എനിക്കും നിങ്ങൾക്കും അറിയാം. എന്നാൽ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റുക. കൺസിസ്റ്റൻസി കീപ് ചെയ്യുക. ബാക്കി ഇതിലൂടെ തന്നെ നേടാൻ കഴിയും. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് റെസ്പെക്ട് അത് വളർത്താൻ ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങളുടെ സഞ്ചാരപാതയിൽ നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല. ഈ വീഡിയോയുടെ ലക്ഷ്യം ഒരു യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങാനും കൃഷിയിൽ നിന്നും നിങ്ങൾ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാമെന്നും നല്ല നല്ല കൃഷി രീതികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മുന്നോട്ട്